ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഷാനാസ് സ്പൈസസ്. ഇന്ന് നമ്മളൊരു തൈര് സാദം റെസിപ്പിയാണ് നോക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ് തൈര് സാദം. ഒരുപാട് പേർക്ക് അറിയുന്ന റെസിപ്പി തന്നെ ആയിരിക്കും, എന്നാലും ഉണ്ടാക്കാത്തൊരു ഉണ്ടാവും. അപ്പോൾ ഈ റെസിപ്പി ഒന്ന് കണ്ടു നോക്ക്. അപ്പോൾ തൈര് സാദം ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ആദ്യം വേണ്ടത് 1 കപ്പ് അരി. അപ്പോൾ പലർക്കും പല അരി വെച്ചിട്ടുണ്ടാക്കാനാണ് കേട്ടോ ഇഷ്ടം തൈര് സാദം. ഞാൻ ഉപയോഗിക്കുന്നത് 1 കപ്പ് ജാസ്മിൻ റൈസ്. ഇത് വെച്ചുണ്ടാക്കുമ്പോഴത്തെ ടേസ്റ്റാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ ഏതെങ്കിലും പച്ചരി അല്ലെങ്കിൽ പുഴുക്കലരി ആയാലും കുഴപ്പമില്ല, പലർക്കും പല ഇഷ്ടമാണ്. അപ്പോൾ അരി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇടാം. അപ്പോൾ അടുപ്പത്ത് വെച്ച് കുക്ക് ചെയ്യാൻ പറ്റിയ ഒരു പാത്രം ആയാലും കുഴപ്പമില്ല. ഞാനിന്ന് യൂസ് ചെയ്യുന്നത് ഇലക്ട്രിക് പ്രഷർ കുക്കറാണ്. പിന്നെ ഇവിടെ കംപ്ലീറ്റ്ലി ഓപ്ഷണലായിട്ട് ഞാൻ ഒരു സ്റ്റോക്ക് വെജിറ്റബിൾ ക്യൂബ് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നുണ്ട് ശരിക്കും ഈ തൈര് സാദം ഉണ്ടാക്കുമ്പോൾ. അതല്ലെങ്കിൽ ലിക്വിഡ് വെജിറ്റബിൾ സ്റ്റോക്ക് ഇപ്പോൾ വീട്ടിലുണ്ടാക്കിയ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതും ഉപയോഗിക്കാം വെള്ളത്തിന് പകരം. അപ്പോൾ അരി നന്നായി കഴുകി അത് പാത്രത്തിലേക്ക് ഇട്ട് അതിൻ്റെ കൂടെ ഈ വെജിറ്റബിൾ സ്റ്റോക്കും 7.5 കപ്പ് വെള്ളവും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് മൾട്ടി കുക്കറാണ്, ഇലക്ട്രിക് പ്രഷർ കുക്കർ, ഇൻസ്റ്റൻറ്റ് പോട്ടൊക്കെ പോലത്തെ ഇലക്ട്രിക് പ്രഷർ കുക്കർ. അപ്പോൾ ഇത് അടുപ്പത്താണെങ്കിലും കുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഒരു വലിയ പാത്രത്തിൽ നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് തിളപ്പിച്ച് ആ ചോറ് വെന്ത് ഉടയണ വരെയും കുക്ക് ചെയ്തെടുക്കണം. എന്നിട്ട് വെള്ളം ഊറ്റി വെക്കാം, എന്നിട്ട് ആ വെള്ളം കുറച്ച് മാറ്റിയും വെക്കണം കേട്ടോ. അപ്പോൾ ഈ കുക്കറാകുമ്പോൾ ഇത് സീൽ പൊസിഷനിൽ വെച്ചിട്ട് പ്രഷർ കുക്ക് മോഡ് ഓൺ ആക്കാം. അപ്പോൾ കുക്കറിൻ്റെ മോഡൽ അനുസരിച്ച് ഒന്നില്ലെങ്കിൽ പോറിഡ് സെറ്റിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ റിസോർട്ടോ സെറ്റിംഗ്. അതിൽ സ്റ്റാർട്ട് പ്രസ് ചെയ്തിട്ട് ഒരു 15-20 മിനിറ്റിൽ അതിൻ്റെ കുക്കിംഗ് സൈക്കിൾ കഴിഞ്ഞ് നമുക്ക് ഓഫ് ആക്കാം. പവർ ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അതിനുശേഷം തുറന്ന് നോക്കാം. അപ്പോൾ നല്ലൊരു കട്ടിയുള്ള ഒരു കഞ്ഞി കൺസിസ്റ്റൻസി ആയിട്ടുണ്ടാവും. ഇനി നമുക്കിത് ഒന്നും കൂടി ഓൺ ആക്കിയിട്ട് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കുകയാണ്. ഇളക്കി ആ ചോറ് ഒന്നും കൂടി ഉടച്ച് പാകത്തിനാക്കിയെടുക്കണം. അപ്പോൾ വെള്ളമൊന്നും ചേർക്കരുത്, ഇങ്ങനത്തെ ഒരു കട്ടിയുള്ള കൺസിസ്റ്റൻസി തന്നെ ആയിരിക്കണം, കാരണം ഇതിൽ ഇനിയും തൈര് ചേർക്കാനുണ്ട്. അപ്പോൾ ഇതിൽ ഇപ്പോൾ തന്നെ ലൈറ്റായിട്ടൊരു ഉപ്പും ഒരു ഫ്ലേവറൊക്കെ ഉണ്ട്, ആ വെജിറ്റബിൾ സ്റ്റോക്ക് ക്യൂബ് ആഡ് ചെയ്ത കാരണം. ഒന്ന് ഇളക്കി ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് കട്ടി വെച്ചതിന് ശേഷം അത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതേ സംഭവം അടുപ്പത്താവുമ്പോൾ ഊറ്റി വെച്ച ചോറ് തിരിച്ചടുപ്പത്തിലേക്ക് വെച്ചിട്ട് എന്നിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് ആ മാറ്റി വെച്ച ചോറ് വേവിച്ച വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ഇളക്കി പാകത്തിന് ഉടഞ്ഞു വരുന്ന വരെയും കുക്ക് ചെയ്തെടുക്കണം. അങ്ങനെ ഈ ചോറ് പാകത്തിന് വെന്തുടങ്ങിയതിന് ശേഷം അത് മാറ്റി വയ്ക്കാം. ഇനി താളിക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് നോക്കാം. 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ചൂടാക്കി, സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വന്നതിന് ശേഷം ഒരു തണ്ട് കറിവേപ്പില ഇട്ട് പൊട്ടിക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി നന്നായി കൊത്തി അരിഞ്ഞത്, 2-3 ചുവന്നുള്ളി, ചെറിയുള്ളിയാണ് അതും, പിന്നെ 2 പച്ചമുളക് ഇതുപോലെ അരിഞ്ഞത് എരിവനുസരിച്ച്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. കളർ ഇങ്ങനെ മാറി ഇച്ചിരി ഗോൾഡൻ ബ്രൗണും കുറച്ച് ക്രിസ്പ് ആവണ വരെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അങ്ങനെ ഗോൾഡൻ ബ്രൗൺ കളർ ആയതിന് ശേഷം 1/4 ടീസ്പൂൺ പച്ചക്കായത്തിൻ്റെ പൊടി, സാമ്പാറിലൊക്കെ ചേർക്കുന്ന കായപ്പൊടി, അതും പിന്നെ അതിൻ്റെ നേരെ പകുതി ചെറിയ ജീരകത്തിൻ്റെ പൊടി, ഇതും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നല്ലൊരു മണം കിട്ടും. ഇനി നമുക്കിത് ആ ചോറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല സ്പീഡിൽ മിക്സ് ചെയ്ത് നന്നായി ചേർന്ന് കിട്ടണം. അപ്പോൾ ഇതിൻ്റെ ഒരു കട്ടിയും അതിൻ്റെ ഒരു ഇതും കണ്ടില്ലേ. ഇനി നമുക്ക് തൈര് ചേർക്കാൻ നോക്കാം. അപ്പോൾ ഒരു 225-250 ഗ്രാം വരെ നല്ല കട്ടി തൈര്, ഒരുപാട് കൂടുതൽ പുളിയുള്ള തൈരായിരിക്കരുത്, നല്ല ഫ്രഷ് ആയിട്ടുള്ള കട്ടി തൈര്. ഇതെടുത്തിട്ട് നന്നായിട്ട് അടിച്ച് എടുക്കണം. പിന്നെ തൈരിന് ഒരുപാട് തണുപ്പും ഇല്ല, ഇവിടെ ഒരു കുറച്ച് നേരം പുറത്ത് എടുത്ത് വെച്ച തൈരാണ്. നന്നായി അടിച്ച് ഇതുപോലെ ആയതിന് ശേഷം നമുക്ക് ആ ചോറിലേക്ക് ഇട്ട് കൊടുക്കാം. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ തൈര് ചേർക്കുമ്പോൾ കുറച്ച് നന്നായിട്ട് സ്പീഡിൽ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി അടിച്ച തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു കട്ടിയും പാകമൊക്കെ കണ്ടില്ല, ഒരുപാട് അങ്ങോട്ട് ലൂസ് ആവരുത്. ചിലർക്ക് ഇതിനേലും കട്ടി ഇഷ്ടമാണ്. അപ്പോൾ എനിക്കിങ്ങനത്തെ ഒരു പാകം തന്നെയാണ് ഇഷ്ടം. ഇനി ഇതിൻ്റെ ഉപ്പ് നോക്കാം, എന്നിട്ട് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെജിറ്റബിൾ സ്റ്റോക്ക് ക്യൂബ് ഇല്ലെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർക്കാം. ഇതാകുമ്പോൾ കുറച്ച് ചേർത്തിട്ടുള്ളൂ ഞാൻ. സ്റ്റോക്ക് ക്യൂബിന് തന്നെ കുറച്ച് ഉപ്പ് ഉണ്ടായിരുന്നല്ലോ. പിന്നെ കുറച്ചും കൂടി ടെക്സ്ചർ വേണമെങ്കിൽ കടുക് പൊട്ടിക്കുന്ന സമയത്ത് ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പും കൂടി ചേർക്കാം. ഞാൻ ചേർക്കാറില്ല. അതും കൂടി ചേർത്താൽ കുറച്ചും കൂടി ഒരു കടിയും ഒരു ടെക്സ്ചറൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇനി കുറച്ചും കൂടി ഓയിൽ ചൂടാക്കിയിട്ട് ആ പാനിൽ തന്നെ നമുക്ക് കാഷ്യൂ നട്ട്സ് ഒരു 1/2 കപ്പ് കാഷ്യൂ നട്ട്സ് ഇട്ടിട്ട് ഒന്ന് നല്ല ഗോൾഡൻ ഫ്രൈ ചെയ്തതിന് ശേഷം ഇതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചിലർക്ക് മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതിൽ കിസ്മിസും ചേർക്കാറുണ്ട്, ഞങ്ങൾ ചേർക്കാറില്ല. കാഷ്യൂ നട്ട്സ് നല്ല കോമ്പിനേഷനാണ്. ഏറ്റവും അവസാനം 3 ടേബിൾ സ്പൂൺ കൊത്തിയരിഞ്ഞ മല്ലിയിലയും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ തൈര് സാദം റെഡി ആയിട്ടുണ്ട് സെർവ് ചെയ്യാൻ. ഇത് ചൂടുള്ളപ്പോൾ തന്നെ സെർവ് ചെയ്യാം, അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചർ ആയാലും സെർവ് ചെയ്യാൻ പറ്റിയതാണ്. നല്ല ലൈറ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ് കേട്ടോ. അതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് പൊട്ടറ്റോ ഫ്രൈ പോലെ എന്തെങ്കിലും മെഴുക്ക് പറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വെജിറ്റബിൾ സ്റ്റർ ഫ്രൈ എല്ലാം ചേരും. ചിലർ പറഞ്ഞത് ചുമന്നരിയും വെച്ചിട്ട് ഉണ്ടാക്കാറുണ്ടെന്ന്. അപ്പോൾ കുറച്ചും കൂടി ഹെവി ആയിരിക്കും. ഏതായാലും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ജാസ്മിൻ റൈസ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട് ഇവിടെ എല്ലാവർക്കും ഇതുപോലെയാണ് ഇഷ്ടം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അരി വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാം. റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയാൽ ഉറപ്പായിട്ട് വിവരം അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. താങ്ക് യു.